നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 20 വെള്ളിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ബന്ധങ്ങളിൽ ചെറിയ അകൽച്ചയോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിൽ വിവേകവും സംയമനവും പ്രകടിപ്പിക്കുന്നത് ഗുണകരമാകും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സ്ത്രീകൾ വഴി സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും മികച്ച പിന്തുണയും സ്നേഹവും ലഭിക്കും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സാമ്പത്തിക നേട്ടങ്ങളും ഈ ദിവസം വാഗ്ദാനം ചെയ്യുന്നു. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബാംഗങ്ങളുമായി ചേർന്ന് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം വർദ്ധിക്കുകയും സമാധാനം നിലനിൽക്കുകയും ചെയ്യും. സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാനും കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാനും സാധ്യത കാണുന്നു. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഇത് മാനഹാനിക്ക് കാരണമായേക്കാം. ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. വരവിനേക്കാൾ ചെലവ് കൂടാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഇത് നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാൻ ഇടയുണ്ട്. സ്വന്തം ആരോഗ്യത്തിലോ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലോ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. മേലധികാരികളിൽ നിന്നുള്ള അംഗീകാരം തേടിയെത്തുന്ന ദിവസമാണിത്. ഇത് സ്ഥാനക്കയറ്റത്തിലേക്കോ പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്കോ വഴി തുറന്നേക്കാം. സാമ്പത്തിക ക്ലേശങ്ങൾ നീങ്ങുകയും ദാമ്പത്യത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കുകയും ചെയ്യും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കർമ്മരംഗത്ത് വലിയ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ദിവസമാണിത്. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കാനും പദവിയിൽ ഉയർച്ച നേടാനും സാധിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറി ആശ്വാസം ലഭിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ചില ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഇന്ന് അലട്ടാൻ സാധ്യതയുണ്ട്. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാതെ നോക്കണം. ചില സാഹചര്യങ്ങളിൽ അപമാനിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വാക്കുകളിലും പ്രവൃത്തികളിലും ജാഗ്രത പുലർത്തുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. മനസ്സിൽ അകാരണമായ ഭയം തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. കാര്യതടസ്സങ്ങളും മനസ്സമാധാനക്കുറവും അനുഭവപ്പെടാൻ ഇടയുണ്ട്. സാമ്പത്തിക ക്ലേശങ്ങളും മനോദുഃഖവും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ക്ഷമയോടെ നീങ്ങുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഇന്ന് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിജയവും ആനുകൂല്യങ്ങളും ലഭിക്കും. ബിസിനസ്സിൽ വളർച്ചയുണ്ടാകുന്ന ദിവസമാണിത്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ആരോഗ്യപരമായ അസ്വസ്ഥതകൾ ഇന്ന് അലട്ടിയേക്കാം. വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പുലർത്തുക. മാനഹാനിക്കോ ധനനഷ്ടത്തിനോ ഇടയാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രദ്ധിക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കുടുംബത്തിൽ അഭിവൃദ്ധിയും മനസ്സന്തോഷവും ഉണ്ടാകുന്ന ദിവസമാണിത്. ദാമ്പത്യ ജീവിതത്തിൽ മികച്ച ഐക്യം നിലനിൽക്കും. കീർത്തി വർദ്ധിക്കാനും നല്ല സുഹൃത്തുക്കളെ ലഭിക്കാനും ഭാഗ്യമുണ്ടാകും. ആരോഗ്യപരമായ ആശ്വാസം ലഭിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.